നമസ്കാരം. സൺഡേ മാഗസിനിലേക്ക് വീണ്ടും സ്വാഗതം. പ്രധാന വാർത്തകൾ. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട CK സുബൈറിന് ജന്മനാടിന്റെ ആദരം. CPM ചുമരെഴുത്ത് മായ്ക്കുന്നതിനെ ചൊല്ലി തർക്കം. വ്യാപാരികൾ ഹർത്താൽ ആചരിച്ചു. പുതുക്കയത്ത് റബ്ബർ നഴ്സറി നശിപ്പിച്ചു. 3 ലക്ഷത്തിന്റെ നഷ്ടം കണക്കാക്കുന്നു. നാദാപുരം മണ്ഡലത്തിൽ അങ്ങിങ്ങ് ഒറ്റപ്പെട്ട അക്രമ സംഭവങ്ങൾ പെരുകുന്നു. വാർത്തകൾ വിശദമായി. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട CK സുബൈറിന് ജന്മനാട് ആദരിച്ചു. മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ സ്വീകരണ ചടങ്ങുകൾ നടന്നു. നാദാപുരത്ത് നടന്ന സ്വീകരണ പരിപാടിയിൽ അബ്ദുസമദ് സമദാനി MLA പങ്കെടുത്തു. ദിശാബോധമുള്ള തലമുറയാണ് കാലത്തിന് ആവശ്യമെന്ന് ചടങ്ങിൽ സമദാനി പറഞ്ഞു. കാലത്തിന്റെ ചുവരെഴുത്ത് യുവതലമുറ മനസ്സിലാക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. CK സുബൈർ തുടങ്ങി മണ്ഡലത്തിലെ വിവിധ സാരഥികൾ ചടങ്ങിൽ സംസാരിച്ചു. സംസ്ഥാന MSFന്റെ പ്രസിഡന്റായി ഒരു യുവജന നേതാവിനെ നിയോഗിച്ച നാദാപുരത്തിൽ നിന്ന് സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറിയും ഉണ്ടായി വന്നിരിക്കുകയാണ്. ഈ സ്ഥലത്തിന്റെ ഒക്കെ പ്രത്യേകതകളൊക്കെ നിലനിർത്തണം. ഇന്ന് നാദാപുരം എന്ന് കേൾക്കുമ്പോ, എന്റെ ചെറുപ്പത്തിൽ നാദാപുരം എന്ന് കേൾക്കുമ്പോൾ മലയാളിക്ക് ഉണ്ടായിരുന്ന അനുഭൂതി ഇന്നുണ്ടോ എനിക്കറിഞ്ഞൂടാ. ഈ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ ഒരു കലാ സാംസ്കാരിക ചടങ്ങിന് ഞാൻ പോയപ്പോ വാണി ജയറാമിന് അവാർഡ് കൊടുക്കുന്ന ചടങ്ങായിരുന്നു അത്. പ്രശസ്ത തെന്നിന്ത്യൻ ഗായിക. അവർ വളരെ നന്നായി അവിടെ പ്രസംഗിക്കുകയും ചെയ്തു. അവർ ഗായിക മാത്രമല്ല, നന്നായിട്ട് പ്രസംഗിക്കാൻ അറിയുന്ന വളരെ അറിവുള്ള ഒരു വ്യക്തിയാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. എന്താണെന്ന് അറിയില്ല. ആ പ്രസംഗത്തിന് അന്ന് അവരുടെ ഒരു ഗാന പരിപാടി അവിടെ ഒരുക്കിയിരുന്നു. അപ്പൊ അവര് തുടക്കത്തിൽ സമദാനി സാഹിബിനുള്ള എന്റെ ഉപഹാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വാണി ജയറാം നാദാപുരം പള്ളിയിലെ ചന്ദനക്കുടത്തിന് എന്ന ഗാനം, അവര് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് അവർ കേരളം സന്ദർശിക്കുന്നത്, അവരവിടെ പാടുകയുണ്ടായി. അവർ തിരിച്ചു പോയ ശേഷം അവർ ചൊല്ലിയ ഒരു ഉറുദു ഗസൽ എന്റെ ഒരു CD എനിക്ക് കൊടുത്തയക്കുകയും ചെയ്തു. പർവാസ് എന്നാണ് അതിന്റെ പേര്. അപ്പൊ അവര് ഉറുദുവിലും പാടിയിട്ടുണ്ട്, ഉറുദു ഭാഷയിലും ഹിന്ദുസ്ഥാനിയിലും ഒക്കെ വളരെ വൈദഗ്ധ്യമുള്ള ഗായികയാണ്. ഒരു കാലത്ത് അത് വെറൊരു പാട്ടാണെങ്കിലും നാട്ടിൽ അങ്ങോളം ഇങ്ങോളം മുഴങ്ങിയിരുന്ന ഒന്നാണത്. ആ പാട്ടിലുള്ള എല്ലാ കാര്യവും വസ്തുതയൊന്നുമല്ല, എന്നാലും പാട്ടിലും കലയിലൊന്നും നമ്മൾ വസ്തുത അധികം അന്വേഷിക്കേണ്ട. അതാവർക്ക് അതിനെക്കൂടും ഉണ്ടായിട്ടില്ല. അതിനേക്കാളും വലിയ ചരിത്രപരമായ അബദ്ധം അതിലുണ്ട്. വൈകുട്ടി വൈദ്യുതി കെട്ടിയ പാട്ട് പാടും എന്നാണ് ഒരു വടക്കൻ കഥയിൽ പറയുന്നത്. വടക്കൻ കഥകളൊക്കെ കഴിഞ്ഞ് എത്രയോ കഴിഞ്ഞിട്ടാണ് മോഹിക്കുട്ടി വൈദ്യര് ജനിക്കുന്നത് തന്നെ. അതിലേക്കൊന്നും പോകണ്ട. അങ്ങനെയുള്ള സംഗതികളൊക്കെ അതിലുണ്ട്. അതിലർത്ഥമില്ല. അത്തരം കാലങ്ങളിൽ അതിനുള്ള ചരിത്ര വസ്തുതകളും തിരയുന്നതിൽ അർത്ഥമില്ല. പക്ഷെ അത് ഒരു പ്രദേശത്തിന്റെ മനം കവർന്ന ഒരു ഗാനമായി. CPM ചുമരെഴുത്ത് മായ്ക്കുന്നതിനെ ചൊല്ലി തർക്കമുണ്ടായി. വ്യാപാരികൾ ഹർത്താൽ ആചരിച്ചു. വാടക കെട്ടിടത്തിലെ CPM ചുമരെഴുത്ത് മായ്ക്കാനുള്ള കടയുടമയുടെ ശ്രമം CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി തടഞ്ഞതിനെ തുടർന്ന് വാണിമേൽ വ്യാപാരികൾ പ്രതിഷേധിച്ചു. വ്യാപാരിയെ കയ്യേറ്റം ചെയ്തെന്നാരോപിച്ച് വ്യാപാരി യൂണിറ്റ് പ്രശ്നത്തിൽ ഇടപെട്ടു കടകളടക്കുകയായിരുന്നു. നാദാപുരം കൺട്രോൾ റൂം പോലീസും വളയം പോലീസും സംഭവ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രിച്ചു. പ്രശ്നങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ പറഞ്ഞു തീർക്കാമെന്ന ധാരണയോടെ വ്യാപാരികൾ പിരിഞ്ഞെങ്കിലും പിന്നീട് കടയുടെ നെയിം ബോർഡ് നശിപ്പിക്കപ്പെട്ടു. തുടർന്ന് വ്യാപാരി യൂണിറ്റ് വളയം പോലീസിൽ പരാതി നൽകി. പുതുക്കയത്ത് റബ്ബർ നഴ്സറി നശിപ്പിച്ചു. വാണിമേൽ പുതുക്കയത്ത് 3000-ഓളം റബ്ബർ തൈകൾ നശിപ്പിച്ചു. കോമത്ത് സലീം, കുന്നുംപുറത്ത് അബ്ദുൾ റഷീദ്, വാണിമേൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് സെക്രട്ടറി കബൂർ അബ്ദുൽ ജലീൽ എന്നിവർ നടത്തുന്ന നഴ്സറിയിലാണ് അതിക്രമം നടന്നത്.
കഴിഞ്ഞ ദിവസമാണ് വാണിമൽ പഞ്ചായത്തിലെ പുതുക്കയത്ത് റബ്ബർ നഴ്സറി നശിപ്പിച്ചത്. കാർഷിക മേഖലയെ പരിപോഷിപ്പിക്കുന്നതിനു വേണ്ടി വ്യാപാരി ഉൾപ്പെടെയുള്ള കർഷക കൂട്ടായ്മയാണ് പുതുക്കയത്ത് ഈ സംരംഭം ആരംഭിച്ചത്. നാട്ടിലും മറുനാട്ടിലുമുള്ള നിരവധി പേർ കൃഷി ആവശ്യത്തിന് ഇവിടെ നിന്ന് റബ്ബർ തൈകൾ സംഭരിക്കാറുണ്ട്. സാമൂഹ്യ ദ്രോഹികളുടെ അഴിഞ്ഞാട്ടത്തിൽ ഭീമമായ നഷ്ടമാണ് ഇതിന്റെ ഉടമകൾക്ക് ഇതുവഴി ഉണ്ടായത്. വ്യാപാരി വ്യവസായി സെക്രട്ടറി കവൂർ ജലീൽ ഈ നഴ്സറിയുടെ ഉടമകളിൽ ഒരാളാണ് എങ്കിലും പുറം നാട്ടുകാരായ കോമത്ത് സലീമും കുന്നുംപുറത്ത് അബ്ദുൾ റഷീദുമാണ് ഈ സംരംഭത്തിന്റെ മുഖ്യ സാരഥികൾ. അതുകൊണ്ട് തന്നെ ഇത്തരം ഹീനപ്രവൃത്തികൾ പ്രദേശത്തിന് ദോഷകരമായാണ് ഭവിക്കുന്നത്. നാദാപുരത്ത് അങ്ങിങ്ങ് ഒറ്റപ്പെട്ട അക്രമ സംഭവങ്ങൾ പെരുകുന്നു. സ്റ്റാർ വിഷൻ തയ്യാറാക്കിയ സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക്. അണിയറ രഹസ്യമറിയാതെ രാഷ്ട്രീയ നേതൃത്വം. നാദാപുരത്ത് സ്വൈരജീവിതം തകരുന്നു. ജീവിക്കാനും സ്വത്ത് സമ്പാദിക്കാനും സഞ്ചരിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ഭരണഘടനാ അവകാശമാണെങ്കിലും നാദാപുരത്തുകാർക്ക് ഈ സ്വാതന്ത്ര്യമെല്ലാം നാൾക്കുനാൾ കുറഞ്ഞു വരികയാണ്. പതിറ്റാണ്ടുകളായി തുടർന്നു വരുന്ന രാഷ്ട്രീയ അതിക്രമങ്ങളിൽ ജീവനും സ്വത്തും നഷ്ടപ്പെട്ടവരുടെ പട്ടിക നീണ്ടുവരുമ്പോഴും സമാധാന ജീവിതത്തിന് ഏതറ്റം വരെ പോകാനും തയ്യാറാണെന്ന് എല്ലാ രാഷ്ട്രീയ നേതൃത്വവും ആണയിടുമ്പോഴും നിഷേധിക്കപ്പെടുന്ന പൗരസ്വാതന്ത്ര്യത്തിനും സ്വൈരജീവിതത്തിനും ഉത്തരം ലഭിക്കാതെ ജനാധിപത്യത്തെ പഴിക്കാൻ വിധിക്കപ്പെട്ടവരായി നാദാപുരത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളും മാറുകയാണ്. സന്ധ്യ കഴിഞ്ഞാൽ ഭീതിജനമാകുന്ന നാദാപുരം കല്ലാച്ചി സ്റ്റേറ്റ് ഹൈവേയിലെ വഴിയോരങ്ങൾ, മണ്ഡലത്തിലെ വാണിമേൽ, വളയം, ചെക്യാട്, നരിപ്പറ്റ, പുറമേരി പഞ്ചായത്തുകളിലേക്കുള്ള വാഹന സൗകര്യം കിട്ടാതെയും അക്രമ വാർത്തകളെക്കുറിച്ച് കാതോർപ്പിക്കുന്ന സമയമാണെന്ന് ജനങ്ങൾ തിരിച്ചറിയുകയുമാണ്. എന്നോ തുടങ്ങിയ രാഷ്ട്രീയ വൈരത്തിന്റെ പേരിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ടവർക്കും ജീവനും സ്വത്തും നഷ്ടപ്പെട്ടിട്ടും പകതീരാതെ പ്രതിരോധത്തിന്റെ പേരിൽ സംഭരിച്ചു വെച്ച ആയുധങ്ങളും ബോംബുകളും പോലീസ് നിത്യേനെ കണ്ടെടുക്കുമ്പോഴും ആർക്ക് വേണ്ടിയെന്ന് തിരിച്ചറിയാനാവാതെ ജനങ്ങൾ മുഖാമുഖം നോക്കുകയാണ്. നാദാപുരത്തിന്റെ ദൈന്യത തുടച്ചു മാറ്റുന്നതിന് ഭരണകൂട തലങ്ങളിലും രാഷ്ട്രീയ തലങ്ങളിലും സാംസ്കാരിക തലങ്ങളിലും വേണ്ടത്ര ഇടപെടലുകൾ ഉണ്ടായിട്ടും സമാധാനത്തിന്റെ നാളുകൾ അന്യമായ പ്രദേശവാസികൾ നിസ്സഹായരാവുകയാണ്. ജീവനും സ്വത്തും വേട്ടയാടപ്പെടുമെന്ന ഭീതി ഓരോ നാദാപുരക്കാരന്റെ മനസ്സിലും കുത്തിനിറച്ചത് രാഷ്ട്രീയ നേതൃത്വമല്ല, മറിച്ച് സാമൂഹ്യ ജീവിതത്തിന് തുരങ്കം വെക്കുന്ന കൊള്ളയും കൊള്ളിവെപ്പും കൈമുതലാക്കിയ ഒരു ചെറുവിഭാഗത്തെ രാഷ്ട്രീയ നേതൃത്വം ഒറ്റപ്പെടുത്തിയെങ്കിലെന്ന് ആലോചിക്കുന്നവരുടെ എണ്ണം നാൾക്കുനാൾ കൂടി വരികയാണ്. അക്രമികളെ തിരിച്ചറിഞ്ഞാൽ സംരക്ഷണം നൽകാൻ രാഷ്ട്രീയ പാർട്ടികൾ നിർബന്ധിക്കപ്പെടുന്നതിന്റെ പേരിലാണ് നാദാപുരത്ത് സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതെന്ന് നേരത്തെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അഭിപ്രായപ്പെട്ടിരുന്നു. അക്രമികളെ കണ്ടെത്തി ഒറ്റപ്പെടുത്താൻ രാഷ്ട്രീയ നേതൃത്വം തയ്യാറാവാത്തതും നാദാപുരത്തെത്തുന്ന ആയുധശേഖരങ്ങളുടെ ഉറവിടം കണ്ടെത്താൻ പോലീസിന് കഴിയാത്തതും സ്വൈരജീവിതത്തിനേൽക്കുന്ന കനത്ത പ്രഹരമായി മാറുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട CK സുബൈറിന് ജന്മനാടിന്റെ ആദരം. CPM ചുമരേറ്റ് മായ്ക്കുന്നതിനെ ചൊല്ലി തർക്കം, വ്യാപാരികൾ ഹർത്താൽ ആചരിച്ചു. പുതുക്കയത്ത് റബ്ബർ നഴ്സറി നശിപ്പിച്ചു, 3 ലക്ഷത്തിന്റെ നഷ്ടം കണക്കാക്കുന്നു. നാദാപുരം മണ്ഡലത്തിൽ അങ്ങിങ്ങ് ഒറ്റപ്പെട്ട അക്രമ സംഭവങ്ങൾ പെരുകുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നന്ദി. വീണ്ടും അടുത്ത ആഴ്ച കാണാം.